എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബീട്രൂട്ട് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ബീട്രൂട്ട് വലുതൊരെണ്ണം ഇങ്ങനെ നമ്മൾ മുറുക്കി വെക്കണം. ചെറിയ ഉള്ളി, തേങ്ങ, കറിവേപ്പില, വറമുളക്, വെളുത്തുള്ളി, പുളി, മല്ലി, കടലപ്പരിപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഉള്ളി, ചെറിയ ഉള്ളി എടുക്കേണ്ടത്. എനിക്കിന്ന് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലുതൊരു സവാള ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, കറിവേപ്പില, എരിവിനനുസരിച്ച് വറമുളക്, ഒരു 1/4 സ്പൂണ് മല്ലി, 1/4 സ്പൂണ് കടലപ്പരിപ്പ്, പുളി, കുറച്ച് പുളി. പുളി നമുക്ക് പുളിപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മൾ ഇടാം. കുറച്ച് തേങ്ങ, 1/4 മൂടി തേങ്ങ ഒരുപാടായി അതിൻ്റെ ടേസ്റ്റ് മാറും. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. വറമുളക് വെറുതെ ഇങ്ങോട്ട് ചൂടാക്കുക, എണ്ണയിലിടാതെ വെറുതെ ചൂടാക്കുക. എണ്ണയിലിടുമ്പോൾ ചില സമയത്ത് പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് എണ്ണയിലിടാറില്ല. അതിങ്ങനെ വറുത്തെടുക്കും. വറുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിന് കടലപ്പരിപ്പും മല്ലി ഇതൊക്കെ ഇട്ടിട്ട് കറിവേപ്പില ഇടുക. ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടതിന് ശേഷം ഉള്ളി ഇടുക. വെളുത്തുള്ളി, ഉള്ളി രണ്ടും ഞാൻ ഒരുമിച്ചിട്ടു. ഇതിൽ ലേശം ഇപ്പോൾ ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ വഴറ്റുമ്പോൾ തന്നെ ചേർത്ത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. കുറച്ച് ഉപ്പ് ചേർത്തിയാൽ മതി. ഉള്ളി നല്ലോണം വഴറ്റിയതിന് ശേഷം തേങ്ങ ഇടുക. തേങ്ങ നന്നായി വറുത്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഉച്ചയ്ക്കൊക്കെ കുറേ നേരം ആയാലും കേട് വരാതായിരിക്കും ചമ്മന്തി. അതിനുശേഷം ബീട്രൂട്ട് ഇടുക. ബീട്രൂട്ട് നന്നായി വേകണം. സിമ്മിൽ വയ്ക്കണം, ഒരുപാട് തീ കൂട്ടരുത്. സിമ്മിൽ വെച്ചിട്ട് വേണം ഇതായിട്ട്. ഉപ്പ് കുറച്ചിടുക. നമുക്ക് നന്നായി വഴറ്റണം. ബീട്രൂട്ട് ഇതുപോലെ എണ്ണയിൽ തന്നെ നല്ലോണം ചുരുണ്ട് ഇങ്ങനെ വേകണം. വെള്ളം ഒഴിക്കരുത്, എണ്ണയിൽ തന്നെ വേകണം. നല്ലോണം വഴറ്റി അതിനുശേഷം ഈ പുളി ഇടുക. പുളി ഇട്ടിട്ട് സ്റ്റവിനെ ഓഫാക്കുക. അത്രേനെ വെന്തു. ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ചമ്മന്തിക്കുള്ള എല്ലാ ഇതും കഴിഞ്ഞു. ഇനി ഇതിന് ആറാൻ വെച്ചിട്ട് ആറിയതിന് ശേഷം അരയ്ക്കുക. ഇപ്പോൾ അരയ്ക്കാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത്, ഒരുപാട് ചേർത്തരുത്, കുറച്ചാ ചേർത്താൻ പാടുള്ളൂ. പിന്നെ ഞാൻ മുളക് എല്ലാം ഇട്ടിട്ടില്ല, ഒരെണ്ണം എടുത്ത് വെച്ചു. എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പ് നോക്കുക, പുളി ആവശ്യമുള്ള പുളി നോക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെ ചേർത്തണോ, ഉപ്പും പുളിയും വേണമെങ്കിൽ പിന്നെയും ചേർത്ത്, മുളക് വേണമെങ്കിൽ ചേർത്ത്. ഒരുപാട് അരയ്ക്കരുത്, തരുതരുന്നതിനെ അരയ്ക്കണം. ഓക്കെ, ബീട്രൂട്ട് ചമ്മന്തി റെഡിയായി. ഇത് ചോറിനും ചപ്പാത്തിക്ക്, ദോശയ്ക്ക് എല്ലാം നല്ലതാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.